എറണാകുളം പാര്യത്തുകാവ് മലയിടം തുരുത്തിലെ 7 ദളിത് കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. കോടതി മുമ്പാകെ നേരത്തെ തന്നെയുള്ള ഹർജിയാണ് ജസ്റ്റിസ് TR രവിയുടെ ബെഞ്ച് പരിഗണിക്കുക. ഒഴിപ്പിക്കൽ നടപടി സംഘർഷത്തിൽ കലാശിച്ചതിനെ തുടർന്ന് ഈ വിഷയം പരിഗണിക്കണമെന്ന് സർക്കാർ വെള്ളിയാഴ്ച ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇന്ന് മലയിടം തുരുത്ത് സന്ദർശിക്കുന്നുമുണ്ട്. വിവരങ്ങളുമായി വിഷ്ണു സുരേഷ് ചേരുന്നു കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, ഈ കേസ് ഇന്ന് ഏറെ നിർണായകമാണ്. അത് കോടതി എപ്പോഴായിരിക്കും പരിഗണിക്കുക? പ്രത്യേകിച്ച് സർക്കാരിന്റെ പ്രത്യേക ആവശ്യം പരിഗണിച്ചുകൂടിയാണ് ഇന്നിപ്പോൾ ആ കേസ് പരിഗണിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങൾ സർക്കാർ കോടതിയിൽ ബോധിപ്പിച്ചിട്ടുണ്ട്? അതിസങ്കീർണമായ ഒരു നിയമപ്രശ്നം ഇതിലുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇതിൽ ഇപ്പോൾ നിയമപരമായി തന്നെ ഈ വിഷയത്തെ നേരിടാം എന്ന തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിയത്. കഴിഞ്ഞ ദിവസം രാത്രി റോജി എം ജോണിന്റെ നേതൃത്വത്തിൽ അവിടുത്തെ നിവാസികളുമായി ചർച്ച നടത്തിയിരുന്നു. ആ ചർച്ചയിൽ അവർ പൂർണ്ണ തൃപ്തി രേഖപ്പെടുത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് അദ്ദേഹം പറഞ്ഞത്, ഞങ്ങൾ അടിയന്തരമായി ഈ വിഷയത്തിൽ ഹൈക്കോടതിയിലേക്ക് പോകുകയാണെന്ന്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഹർജി ഹൈക്കോടതിയിൽ നിലനിൽക്കുന്നുണ്ട്. ഭൂമിയുടെ അവകാശങ്ങൾ തങ്ങൾക്ക് വേണം, അല്ലെങ്കിൽ തങ്ങൾക്ക് അനുവദിച്ചുകൊണ്ട് കോടതി ഉത്തരവുണ്ട്, നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ട കണ്ണാട്ട് വീട്ടിൽ സുഭദ്രയും അംബികയും നൽകിയ ഹർജിയാണ് ഹൈക്കോടതിക്ക് മുമ്പാകെ ഉള്ളത്. ആ ഹർജിയാണ് ജസ്റ്റിസ് TR രവിയുടെ ബെഞ്ച് പരിഗണിക്കുന്നത്. ആ ഹർജിയിൽ മേൽ ഇന്ന് സർക്കാർ അവരുടെ നിലപാട് അറിയിക്കും. അഡ്വക്കേറ്റ് ജനറൽ നേരിട്ട് ഹാജരാകും എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തെല്ലാം നടപടികളാണ് ഇനി വിഷയവുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കാൻ പോകുന്നത്, അതിലെന്താണ് ഒരു പ്രശ്നപരിഹാരം എന്നുള്ള തുടങ്ങിയ കാര്യങ്ങളൊക്കെ സംസ്ഥാന സർക്കാർ ഇന്ന് ഹൈക്കോടതിയെ അറിയിക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്നത്. മറുവശത്ത് ഈ വിഷയം രാഷ്ട്രീയമായി ഉയർത്തിക്കൊണ്ടുവരാൻ തന്നെയാണ് CPIM-ന്റെ തീരുമാനം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവിടെ CPIM-ന്റെ DYFI-യുടെ ഒക്കെ പ്രതിഷേധമുണ്ടായിരുന്നു. ഇന്നിപ്പോൾ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തന്നെ നേരിട്ട് ആ സ്ഥലം സന്ദർശിക്കുകയാണ്. അതിനർത്ഥം ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പ് തിരിച്ചടിക്ക് ശേഷം CPIM അല്ലെങ്കിൽ ഇടതുപക്ഷം ഏറ്റെടുക്കുന്ന ഏറ്റവും ആദ്യത്തെ ഒരു സമരം അല്ലെങ്കിൽ ജനകീയ സമരം എന്ന രീതിയിൽ മലയിടം തുരുത്ത് മാറിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രയോറിറ്റി കൂടി ആ സമരത്തിന് ലഭ്യമാകുന്നു. സംസ്ഥാന സർക്കാർ ആകട്ടെ അവരെ ഈ പ്രശ്നം എത്രയും പെട്ടെന്ന് പരിഹരിക്കാനാകുമെന്ന ആത്മവിശ്വാസത്തിലാണുള്ളത്. CPIM ആകട്ടെ ആ കുടുംബങ്ങളെ അവിടെ നിന്ന് കുടിയൊഴിപ്പിക്കാനാകില്ല എന്ന നിലപാട് സ്വീകരിക്കുന്നു. കോടതി ഈ വിഷയത്തിൽ എന്ത് നിലപാടാണ് എടുക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയം. നേരത്തെ ഇവരെ ഒഴിപ്പിക്കണം എന്ന് കർശന നിർദ്ദേശം മുൻസിഫ് കോടതിയുടെ ഭാഗത്തുണ്ടായിരുന്നു. അതിനെ തുടർന്ന് ഒഴിപ്പിക്കാൻ ചെന്നപ്പോൾ ഉണ്ടായിരുന്ന കോലാഹലങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അതിന് വിഭിന്നമായി എന്ത് നിലപാടാണ് സർക്കാർ പറയാൻ പോകുന്നത്, കോടതി അത് കേട്ടിട്ട് എന്ത് നിലപാടെടുക്കും എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയം. രാവിലെ തന്നെ ഹർജി പരിഗണിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രവിധ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.